പാനോത്ത് നിന്ന് കുഞ്ഞോത്തേക്കുള്ള കാൽനട ജാഥയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. 959. അത് കഴിഞ്ഞിട്ട് 35 വർഷം ഇവിടെ കഴിഞ്ഞു. അന്ന് ഗംഭീരമായിട്ട് ആ യാത്ര നടത്തുകയും അവിടെ അമ്പും വില്ലൊക്കെ ആയിട്ട് അവിടുത്തെ ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുകയും പൊതുയോഗം നടത്തുകയും അവിടെ സ്കൂളിൽ വെച്ചിട്ട് കമ്മിറ്റി ഉണ്ടാകുകയൊക്കെ ചെയ്തു. അന്ന് KP ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി, അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, അന്നത്തെ സത്യമൊകേരിയുണ്ട്, അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MK ബാലനായിരുന്നു. അവിടെയുള്ള തൊണ്ടനാട് പഞ്ചായത്തിൻ്റെയും മാനന്തവാടി ബ്ലോക്ക് താലൂക്കിൻ്റെയും ഉത്തരവാദപ്പെട്ടവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ജനകീയ കമ്മിറ്റി അന്നവിടെ രൂപീകരിച്ചാണ്. 89-ലാണ് ഈ പറയുന്നത്. അതിൽ നിന്ന് ഇപ്പം എന്താണ് ഇപ്പം മുന്നോട്ട് പോയെന്നുള്ളത് എനിക്കറിയില്ല. ഏറ്റവും അവസാനം ഇപ്പോൾ വിലങ്ങാട് വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി കേളു പങ്കെടുത്ത യോഗത്തിൽ ഞാൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കുമ്പോൾ ചെറിയ ചില തടസ്സങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് സത്യത്തിൽ അവിടെ ഉണ്ടായത്. പ്രൊജക്ട് റിപ്പോർട്ട് ശരിയായിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള തരത്തിലാവുമ്പോൾ ഞാൻ വിചാരിച്ചു അതിപ്പോൾ മന്ത്രിസഭയും കൂടി ഒന്ന് പിന്നെ പോകുന്ന തോണിക്കൊരുണ്ട് എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു പണി കൂടിയേ ബാക്കിയുള്ളൂ എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായി. അതും കഴിഞ്ഞ് ഇപ്പോൾ മാസങ്ങൾ വീണ്ടും കഴിഞ്ഞിരിക്കുന്നു. എവിടെയും എത്താതെ തന്നെ നമ്മൾ വീണ്ടും ചർച്ച ഇങ്ങനെ തുടരുകയാണ്. ഇതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാധാന്യവും പിന്നെ മറ്റ് ഇതിനേക്കാൾ കൂടുതലുള്ള നമ്മുടെ സൗകര്യങ്ങളും അതുപോലെ ചുരമില്ല, കയറ്റമില്ല, സുഖമായിട്ട് എത്താമെന്നൊക്കെയുള്ള നമ്മളിങ്ങനെ പറയാം. അപ്പോൾ എവിടെയോ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഫോറസ്റ്റ് ഇതിൻ്റെ ഇടക്ക് കഴിഞ്ഞതുകൊണ്ട് ഒരു നിലക്കും അന്ന് മേനകാ ഗാന്ധി ആയിരുന്നു പരിസ്ഥിതി വകുപ്പ് മന്ത്രി. മേനകാന്തിയിൽ നിന്ന് സമ്മതം കിട്ടുന്നില്ല എന്നുള്ളൊരു തരത്തിൽ ഏതാണ്ടൊക്കെ ശരിയായിട്ടുണ്ട്, മന്ത്രി ഇങ്ങനെ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു തരത്തിലാണ് അന്നൊക്കെ അതിൻ്റെ വിശദീകരണം വന്നിരുന്നത്. അത് കഴിഞ്ഞ് KP ഉണ്ണികൃഷ്ണൻ കേന്ദ്രമന്ത്രിയായപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ തന്നെ കേന്ദ്രമന്ത്രിയായി, വകുപ്പ് പരിസ്ഥിതിയൊന്നും അല്ലെങ്കിൽ തന്നെയും ഏറ്റവും സ്വാധീനമുള്ള കേന്ദ്രത്തിൽ സ്വാധീനമുള്ള ഒരു മന്ത്രിയാണ്. ഇനി ഒരു മന്ത്രി അല്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ അറിയുന്നവർക്കറിയാം, ഡൽഹിയിലെ ഭരണകേന്ദ്രങ്ങളിൽ ഒരു MP ഒന്നും ആകേണ്ട അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പിടിപാടുമുള്ള മനുഷ്യനാണ്. ആ ഒരു സ്വാധീനം ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അത് നടന്നില്ല. പിന്നീട് നമ്മളെ മണ്ഡലത്തിൽ നിന്ന് MLA ആയിട്ട് പോയത് കാന്തലോട്ട് കുഞ്ഞമ്പു വനം വകുപ്പ് മന്ത്രിയായി സംസ്ഥാനത്തിൻ്റെ. അപ്പോൾ വനവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളും നമുക്ക് പോയിട്ട് പറയാനും ഇങ്ങോട്ട് പറയാനൊക്കെ ആധികാരികമായിട്ട് പറയാനുള്ള ഒരു മിനിസ്റ്റർ നമ്മുടെ കയ്യിലുണ്ടായി. എന്നിട്ടും പ്രത്യേകിച്ചിട്ട് അതിലൊന്നും യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളെ ചർച്ചയിലൊക്കെ കാണുന്നത് ഏറ്റവും പരിസ്ഥിതി ലോല പ്രദേശമാണ്. പിന്നെ ആ നിലക്ക് തന്നെ ഇത് കിട്ടുന്നില്ല എന്നാണ്. പിന്നെ അന്ന് സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നേരമാണ് വാണിയൽ പഞ്ചായത്തും തൊണ്ടനാട് പഞ്ചായത്തും പറഞ്ഞത് എത്രയാണോ വനഭൂമി നഷ്ടപ്പെടുന്നത് ആ സ്ഥലം തൊണ്ടനാട് പഞ്ചായത്തും വാണിയൽ പഞ്ചായത്തും വീതം വെച്ചിട്ട് നഷ്ടപരിഹാരം തരാം, പകരം ഭൂമി തരാം എന്നല്ലേ, പകരം ഭൂമി തരും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സ്ഥലത്തിൻ്റെതുമല്ല പ്രശ്നം. അപ്പം ഇങ്ങനെ ഒക്കെ ആയിട്ടും ഇത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമ്മുടെ ഈ യോഗം പോലെ ഞാൻ വിചാരിക്കുന്നത് എവിടെയോ ചില തടസ്സങ്ങൾ സംഭവത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഗ്രൂപ്പിലിട്ടതാണ്. ആ തടസ്സം എന്താണെന്ന് അറിയാണ് വേണ്ടത്. ഇപ്പോൾ ചുരം പാതക്കൊക്കെ വലിയ പൈസ ഇനി അല്ലെങ്കിൽ നമ്മളെ കൊങ്കൺ റെയിൽവേ പോലെ അല്ലെങ്കിൽ തുരങ്കപാതക്കൊക്കെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു കോടിക്കണക്കിന് ആസ്തി വരുന്ന ഒരു ചെലവ് വരുന്ന ഒരു പദ്ധതിയാണിത്. ഈ കോടിക്കണക്കിന് ചെലവ് വരുന്നൊരു പദ്ധതിയിൽ ഒരുപാട് പേർക്ക് അവരുടേതായ വിഹിതം വരും. ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ വലിയൊരു രാഷ്ട്രീയക്കാരനൊന്നല്ല, പല നിലക്കും ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവും, രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാവും, ഭരണകേന്ദ്രങ്ങൾക്കുണ്ടാവും, ഇതിൻ്റെ കോൺട്രാക്ടർമാർക്കുണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഗ്രൂപ്പിലാരോ പറഞ്ഞു കുറച്ച് കൈക്കോട്ടും നമ്മളെ പിന്നെ പഠനയുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു റോഡാണ് ഇതെന്ന് പറയും. അപ്പം അങ്ങനെയുള്ള റോഡിന് നമ്മളെ തന്നെയാണ് ഇത്ര വല്ലാതെ മെനക്കെടും, നമുക്ക് ഇതിലൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് ഈ ഉത്തരവാദപ്പെട്ടവർക്കുള്ളതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ആ വിഷയം ശരിക്കും നമ്മൾ ആധികാരികമായിട്ട് പഠിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, റോഡിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. 7 കിലോമീറ്റർ മാത്രം ശരിയാക്കിയാൽ മതി എന്നും, പണ്ട് കൂപ്പ് റോഡ് ഉണ്ടായിരുന്നു എന്നും, പണ്ട് ചില ആൾക്കാർ നടന്നു പോയിട്ടുണ്ടെന്നും, പരമ്പരാഗതമായി ഉപയോഗിച്ച് പോകുന്ന റോഡാണ് എന്നും ഒക്കെ അറിയാം. മാത്രമല്ല അതിൻ്റെ തൊട്ട് നമ്മളങ്ങ് എത്തുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ഇപ്പോൾ കുങ്കിച്ചിറ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കേരള സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പിന്നെ ഈ എന്താ പറയുക പട്ടിക വിഭാഗത്തിൻ്റെ പേരിലുള്ള സൗത്ത് ഏഷ്യയിലെന്ന് വരെ പറയുന്നുണ്ട് അതിനെപ്പറ്റി.
ഇത്ര വലിയ മ്യൂസിയവും കാര്യമൊക്കെയാണ് അവിടെ ഉള്ളത്. വെറും ചിറയും പ്രതിമയും മാത്രമല്ല, വലിയൊരു സ്ഥാപനമാണ്. ഈ കുങ്കിച്ചിറയിലാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു തുടർച്ച ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ കുറേ കാലം വാടിമേലിൻ്റെ ടൂറിസം സാധ്യതയെ പറ്റി പറയുന്നു. നമ്മളടുത്ത് വെള്ളച്ചാട്ടമുണ്ട്, കയറ്റങ്ങളുണ്ട്, ഭൂപ്രകൃതിയുണ്ട്, പ്രകൃതി സമ്പത്തുണ്ട്, പാറയുണ്ട്, കുന്നുണ്ട്, മലയുണ്ട്, കാണാൻ വേണ്ടിയിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ അതും ഇതൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടൊരു കോമ്പിനേഷൻ വന്നാൽ ആ ടൂറിസം പദ്ധതി തന്നെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. അത് സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആദായകരമായ ഒരു സംരംഭമായിരിക്കും. അപ്പോൾ അതൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഞ്ജയ് ബാബയും ഊഞ്ഞാലിയും സൂപ്പിയൊക്കെ നിരന്തരമായിട്ട് ഈ ഒരു യോഗത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ ചർച്ചയുടെ പ്രാധാന്യമൊക്കെ ഈ ഗ്രൂപ്പിലൂടെ അറിയിച്ചാണ്. മാത്രമല്ല അതിന് ഒരു എന്താ പറയുക, പുറത്തും അതിൻ്റെ ചലനം ഉണ്ടായിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് ഇപ്പോൾ അപകടം ഉണ്ടായപ്പോൾ ഈ ഒരു പാതയെ പറ്റിയിട്ടുള്ള വീണ്ടും അതിൻ്റെ ഫോളോ അപ്പ് വാർത്തകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മെ സംബന്ധിച്ചോളം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കമ്മിറ്റിയും കാര്യമൊക്കെ ഇപ്പോൾ റിട്ടയർഡ് SP ആയാലും റിട്ടയർഡ് DYSP ആയാലും ഒക്കെ കമ്മിറ്റിയുടെ കുറവൊന്നുമല്ല പ്രശ്നം. നമ്മുടെ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. ആ ശക്തി തെളിയിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് മാത്രമാണ് ഒരു തുടക്കക്കാരൻ എന്നുള്ള എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇത് ഗൗരവകരമായ ചർച്ച, ഇപ്പോൾ യോഗത്തിലൂടെ തീരുമാനമൊന്നും ആയിട്ടില്ലെങ്കിലും എല്ലാവരുടെ മനസ്സിലും ഇതുണ്ടായിരിക്കുക, ബന്ധപ്പെടുക, അഭിപ്രായങ്ങൾ പറയുക, ഗ്രൂപ്പ് പറയുക, അല്ല വ്യക്തിപരമായിട്ട് പങ്കിടുക. അതുകൊണ്ട് ഇതൊരു തുടർന്ന് പോകുന്ന, പെട്ടെന്ന് നിർത്തേണ്ടതല്ല, തുടർന്ന് പോയിട്ട് നമുക്കൊരു ഒരുത്തേലെത്തിക്കുക എന്ന് പറയുന്ന നാടൻ ഭാഷയിൽ. അപ്പോൾ ഇത് ഒരുത്തേലെത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച തുടങ്ങി വെക്കുകയാണ്. നന്ദി, നമസ്കാരം.